ഫമാ ആതാനി അല്ലാഹു ഖൈറും മിമ്മാ ആതാകും, പക്ഷേ ബല്ലൻതും ബിഹദിയതികും തഫ്റഹൂൻ, എന്നാൽ നിങ്ങളുടെയൊക്കെ അടുക്കൽ ഹദിയ കണ്ടാ വല്ലാത്ത സന്തോഷം ഉണ്ടാകും. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ആയിരിക്കും. ഹദിയ അങ്ങോട്ട് കാണുമ്പോഴേക്ക് ചാടിപ്പടഞ്ഞ് അതിൽ കെട്ടിപ്പിടിച്ച് അതങ്ങോട്ട് കണ്ട് വല്ലാതെ അന്തം വിട്ടിട്ടാണ്ട് വീണ് പോണ മനസ്സ് അത് നിങ്ങൾക്ക് ഉണ്ടാവും. എനിക്കതില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ കൊണ്ടുവരുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഇതൊന്നും ഇവിടെ ആവശ്യമില്ല, ഇതൊന്നും എനിക്ക് ആവശ്യമില്ല. എനിക്കെൻ്റെ റബ്ബ് എത്രയോ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ വക ഇടപാടൊന്നും എൻ്റെ അടുക്കൽ നടക്കൂല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തോ, വന്ന കാരുമ്പോ പൊയ്ക്കോ, റാണിയോട് ഇതായി സാധനമൊക്കെ എടുത്തോ വിട്ടോ, വേഗം അവിടെ പോയിട്ട് വിവരം പറ, സുലൈമാൻ മെരുങ്ങണ മട്ടില്ല, ഒന്നും വാങ്ങൂല എന്ന് പോയി പറഞ്ഞേക്കാണ്. അതാണ് നിങ്ങൾക്ക് ഈ ഹദിയായി അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഉൾപ്പുളകം തോന്നുന്നുണ്ടാവും. വമ്പിച്ച ഒരു കാര്യം കൊണ്ടാണ് ഞങ്ങൾ വന്നത്, വൻ സംഖ്യയുടെ ഹദിയകളാണ്, ഗിഫ്റ്റുകളാണ് എന്നൊക്കെ നിങ്ങൾക്ക് വല്ലാത്ത സന്തോഷമൊക്കെ തോന്നുന്നുണ്ടാവും. അത് കണ്ട് സന്തോഷമൊന്നും എനിക്ക് തോന്നുന്നില്ല, എനിക്കങ്ങനെ സന്തോഷം തോന്നുന്ന ആളുമല്ല. അതൊന്നും ഞാൻ അതിലൊന്നും വീഴൂല മക്കളെ, വേഗം വണ്ടി വിട്ടോ എന്നാണ് പറയുന്നത്. അതാണ് പറയുന്നതിൻ്റെ ചുരുക്കത. ബല്ലൻതും ബിഹദിയതികും തഫ്റഹൂൻ ഇർജി ഇലൈഹിം, കണ്ടോ, പൊയ്ക്കോ, ഇർജി ഇലൈഹിം, അവരുടെ അടുക്കലേക്ക് നീ മടങ്ങിപ്പൊയ്ക്കോ, കൊണ്ടുവന്ന ഹദിയയുമായി അവരുടെ അടുക്കലേക്ക് തന്നെ മടങ്ങിപ്പൊയ്ക്കോ. ഇർജി ഇലൈഹിം, നീ അവരുടെ അടുക്കലേക്ക് തന്നെ മടങ്ങിപ്പോവുക. റജഅ, അതൊക്കെ എല്ലാവർക്കും സുപരിചിതമായ വേർഡാണ്. റജഅ യർജിഉ, ഒരാളോട് മടങ്ങൂ എന്ന് പറയാ, അങ്ങനെ ഇർജി ഇലൈഹിം, നീ അവരുടെ അടുക്കലേക്ക് മടങ്ങിപ്പോവുക. ഹദിയൊക്കെ കൊണ്ടുപോയിക്കോളൂ, ആണ്ടെണ്ണ കൊണ്ടുപോയിക്കോളൂ, തിരിച്ചു കൊണ്ടുപോയിക്കോളൂ. എന്നാൽ ഈ വാർത്ത അവരെ അറിയിച്ചേക്ക്. അതെന്താ? ഫലനഅ്തിയന്നഹും, തീർച്ചയായും നാം അവരുടെ അടുക്കൽ വരിക തന്നെ ചെയ്യും, നാം അവരുടെ അടുക്കലേക്ക് ചെല്ലുക തന്നെ ചെയ്യും. ഫലനഅ്തിയന്നഹും, കാര്യം എന്താ പറയാനുള്ളത്? ലനഅ്തിയന്ന, തീർച്ചയായും നാം ചെല്ലുക തന്നെ ചെയ്യും, ഹും, അവരുടെ അടുക്കൽ, ബിജുനൂദിൻ, ഒരു സൈന്യത്തെയും കൊണ്ട്, ജുനൂദ്, ഒരു സൈന്യങ്ങളെയും കൊണ്ട് നമ്മൾ അവരുടെ അടുക്കൽ വരിക തന്നെ ചെയ്യും. എങ്ങനത്തെ ജുനൂദാണ്? എങ്ങനെയുള്ള ജുനൂദിനെയും കൊണ്ടാണ് ഞാൻ വരുന്നത്? ലാ ഖിബല ലഹും ബിഹാ, ഐ ലാ താഖത ലഹും ബിഖിതാലിഹിം എന്നർത്ഥം. അവരോടൊന്നും ഏറ്റുമുട്ടാൻ റാണിയുടെ പട്ടാളത്തിന് കഴിയൂല. അങ്ങനത്തെ പട്ടാളത്തെയും കൊണ്ടാണ് ഞാൻ വരുന്നത്. ലാ ഖിബല ലഹും എന്ന് പറഞ്ഞാൽ അവർക്ക് ഇവരെ നേരിടാൻ ആവില്ല. അതാണ് ലാ ഖിബല ലഹും, അവർക്ക് ഇവരെ നേരിടാൻ താക്കത്തില്ല, കഴിയില്ല. അങ്ങനത്തെ വൻ സൈന്യത്തെയും കൊണ്ടാണ് ഞങ്ങൾ വരുന്നത്. ഫലനഅ്തിയന്നഹും ബിജുനൂദിൻ ലാ ഖിബല ലഹും ബിഹാ, വെറുതെ വരിക മാത്രമല്ല, വലനുഖ്രിജന്നഹും മിൻഹാ വലനുഖ്രിജന്നഹും, തീർച്ചയായും നാം അവരെ പുറത്താക്കുക തന്നെ ചെയ്യും. വലനുഖ്രിജന്നഹും, തീർച്ചയായും നാം അവരെ പുറത്താക്കുക തന്നെ ചെയ്യും. മിൻഹാ, ആ സബഅ രാജ്യത്ത് നിന്ന്, അവരുടെ നാട്ടിൽ നിന്ന് അവരെ എന്ത് ചെയ്യും? പുറത്താക്കുകയും ചെയ്യും. എങ്ങനെ പുറത്താക്കും? അദില്ലതൻ വഹും സാഗിറൂൻ, അദില്ലത്തൻ, വളരെ നിന്ദ്യരായി, അദില്ലത്ത്, നിന്ദ്യന്മാരായി, വഹും, അവർ, സാഗിറൂൻ, വളരെ ചെറുതായി പോകും. ഒന്നിനും കൊള്ളാത്ത നിന്ദ്യരും അപമാനിതരുമായ നിലക്ക് അവരെ നാട്ടിൽ നിന്ന് എന്ത് ചെയ്യും? പുറത്താക്കും. രാജ്യത്ത് വസിക്കാൻ വിടൂല, പുറത്താക്കും അവിടെ വന്നാൽ.
അപ്പോൾ ഈ വിവരാണിപ്പോ, അതാണിപ്പോ എന്താണ് ഫൻളുർ മാതാ യർജുൽ ഫനാളിറത്തുൻ ബിമ യർജുൽ മുർസലൂൻ എന്ന റാണി പറഞ്ഞല്ലോ. ഞാനൊന്ന് നോക്കട്ടെ, ബിമ യർജുൽ മുർസലൂൻ, ഹദിയയും കൊണ്ട് പോയ ദൂതന്മാര് എന്ത് മറുപടിയും കൊണ്ടാ വരുന്നത്? അതാ അപ്പം മറുപടി, ഇതാണ് പ്രതികരണം. എന്താ പ്രതികരണം? ഇർജി ഇലൈഹിം ഫലനഅതിയന്നഹും ബിജുനൂദിൻ ലാ ഖിബല ലഹും ബിഹാ വലനുഖ്രിജന്നഹും മിൻഹാ അദില്ലതൻ വഹും സാഗിറൂൻ.